ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പേർപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. ആ വചനം നമുക്ക് പ്രത്യാശ തരും, സന്തോഷം തരും. നമ്മുടെ ആകുലങ്ങളും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളും മൗന നൊമ്പരങ്ങളെല്ലാം മാറ്റി നമുക്ക് പ്രത്യാശ തരുന്നതാണ് ക്രിസ്തുവിന്റെ വചനം. ഈ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കൂ. ആവശ്യക്കാരായി അല്ല, അത്യാവശ്യക്കാരായി പ്രാർത്ഥിക്കൂ. നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഇവിടെ രണ്ട് കുരുടന്മാർ യേശു കടന്നു പോകുമ്പോൾ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട്, യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവർ നിലവിളിക്കാൻ കാരണം അവർ അത്യാവശ്യക്കാരായിരുന്നു. വേറെ ആർക്കും അവരെ സൗഖ്യമാക്കുവാൻ, അവർക്ക് കണ്ണുകാഴ്ച കൊടുക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. യേശുവിന് മാത്രമേ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവര് യേശുവിനോട് നിലവിളിച്ചത്. മാത്രമല്ല, യേശു വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശു വഴിയിലൂടെ പോകുമ്പോൾ അവർ നിലവിളിച്ചു, പക്ഷെ യേശു മറുപടി ഒന്നും പറയുന്നില്ല. യേശു ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ അവരും അവിടെ കടന്നു ചെന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം തരണം, ഞങ്ങളോട് കരുണ തോന്നണം, ഞങ്ങൾക്ക് കണ്ണുകാഴ്ച തരണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ ഏതാവശ്യങ്ങൾ വന്നാലും നമുക്ക് യേശുവിനോട് പറയാം, യേശുവേ, എന്റെ കാര്യം ഒന്ന് ഏറ്റെടുക്കണം. അങ്ങനെ അത്രമാത്രം അടുപ്പത്തോട് യേശു ക്രിസ്തുവിനോട് കാര്യങ്ങൾ പറയണമെങ്കിൽ വ്യക്തിപരമായി യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വ്യക്തിപരമായി യേശുവുമായിട്ടൊരു ബന്ധമുണ്ടോ? നിങ്ങളുടെ ആരാണ് യേശു? യേശു കാൽവരി ക്രൂശിൽ മരിച്ചയാള്. യേശു ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. ഇങ്ങനെ പൊതുവായ ഒരു ജ്ഞാനമോ അറിവോ ഉണ്ടായിട്ട് കാര്യമില്ല. വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുകയും യേശുവിന്റെ രക്തം കൊണ്ട് യേശു എന്നെ വീണ്ടെടുത്തു എന്ന് അനുഭവിക്കുകയും ആ വലിയ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നാം കടന്നു വരികയും ചെയ്യുമ്പോൾ, അതായത് സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള പദവിയിലേക്ക് കടന്നു വരുമ്പോൾ, നിശ്ചയമായും സ്വർഗത്തിൽ എപ്പം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈ കുരുടന്മാർ എന്താണ് ചെയ്തത്? വീട്ടിലെത്തി യേശുവോട് നിലവിളിച്ചു. അപ്പോൾ യേശുവോട് പറയുകയാണ്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു. വിശ്വാസം. യേശുവിൽ നിന്ന് ഏതെങ്കിലും അതിശയങ്ങളോ അത്ഭുതങ്ങളോ നടക്കണമെങ്കിൽ, സയൻസ്, വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് നടക്കണമെങ്കിൽ, നാം ആഗ്രഹിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്നത് ചെയ്തു തരുവാൻ യേശു ശക്തനാണെന്ന് വിശ്വസിക്കണം. വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും വിശ്വാസമില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. അനേകരിൽ വിശ്വസിക്കുന്നു, അതിലൊരാൾ യേശു, അത്രയേ ചിലർക്കുള്ളൂ. എന്നാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന ഏക സത്യദൈവമാണ് യേശുക്രിസ്തു എന്നുള്ള അചഞ്ചലമായ വിശ്വാസമാണ് നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നത്. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് കർത്താവേ എന്നവർ പറഞ്ഞു. അവരുടെ വിശ്വാസം, ആ എന്നുള്ളതിന് വലിയ വലിയ അർത്ഥമുണ്ട്. കർത്താവേ എന്നാണ് അവർ പറയുന്നത്. യേശുവിനെ കർത്താവായി അംഗീകരിക്കുക, യേശുവിനെ ഗുരുവായി അംഗീകരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കടം മാറ്റി തരാൻ, നിങ്ങൾക്ക് കുടുംബസമാധാനം തരാൻ, നിങ്ങളുടെ ജീവിതം മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ വിശ്വാസമാണ് നമ്മിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പകരുന്നതായ ചാനൽ. കർത്താവിന് സ്തോത്രം. ഇത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് യേശു ചോദിച്ചതിന് കർത്താവേ എന്ന് പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു അവരുടെ കണ്ണ് തൊട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നു, പക്ഷെ വിശ്വാസമുണ്ടോ? യേശുവിൽ വിശ്വാസമുണ്ടോ? പലർക്കും കുറവാണ്, പലർക്കും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിശ്വാസം ഒരു സ്വത്താണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ പറയും, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കും, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. എന്താ കാരണം? രണ്ടുപേർക്കും തമ്മിൽ വിശ്വാസത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്.
ആർഡന്റ് ഫെയ്ത്ത്, ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ 2000 വർഷം മുമ്പ് മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ പാപം മാറ്റാനാണ്, എന്റെ ശാപം മാറ്റാനാണ്, എന്റെ രോഗം മാറ്റാനാണെന്നുള്ള ആ വലിയ വിശ്വാസം, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവന്ന് എത്തിച്ചു തരും. നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന പലരും, സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏതെല്ലാം രംഗങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടാതെ നിങ്ങൾ വിഷമിച്ച് കഴിയല്ലേ, നിരാശപ്പെട്ട് കഴിയല്ലേ? ഇനി പ്രാർത്ഥിക്കണ്ട, മടുത്തു, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവം, മനുഷ്യരോ നമ്മെ മറന്നു, ദൈവവും മറന്നു എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. ഞാൻ നിങ്ങളോട് ഈ സമയം ഒരു സത്യം പറയട്ടെ, നിങ്ങളെ ദൈവം മറന്നിട്ടില്ല, മറക്കുകയുമില്ല. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാർക്ക് സൗഖ്യം കൊണ്ടുവന്നു തരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മടുത്തു പോകരുത്. പ്രാർത്ഥിച്ച് മടുത്തു, മനുഷ്യരും എന്നെ മറന്നു, ദൈവം എന്നെ മറന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയരെ, ഒരുപക്ഷെ മനുഷ്യർ മറന്നെന്നിരിക്കുക, ദൈവം നിങ്ങളെ മറക്കുന്നില്ല. നിങ്ങളത് വിശ്വസിക്കൂ. നിങ്ങളോട് ദൈവത്തിന് സ്നേഹമാണ്. എന്നിട്ട് എന്താ പ്രാർത്ഥന കേൾക്കാത്തത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഒന്നാം നാം ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി തീരണം. മാത്രമല്ല, ചില പ്രാർത്ഥനകൾ ഡിലേ വന്നേക്കാം. ഡിലേസ് ആർ നോട്ട് ഡിനൈൽസ് എന്ന് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഏതോ ദേവദാസന്മാർ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. താമസം, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ താമസിക്കുന്ന ദൈവം നമ്മെ മറന്നുകൊണ്ടല്ല. തീർച്ചയായും ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നമ്മിൽ നിന്ന് വരേണ്ടത് വിശ്വാസമാണ്. എന്റെ യേശുവിന് കഴിയും, എന്റെ യേശുവിന് അസാധ്യമായി ഇതൊന്നുമില്ല. സർവശക്തനാണ് എന്റെ ദൈവം. യേശു എന്തും ചെയ്തിരും. യേശു അത്ഭുതവാനാണ്, യേശു അതിശയവാനാണ്, യേശു അത്ഭുത മന്ത്രിയാണ്, യേശു വീരനാം ദൈവമാണ്, യേശു സമാധാന പ്രഭുവാണ്, യേശു നിത്യപിതാവാണ്. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. യേശു ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാണ്. അങ്ങനെ യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, മാത്രമല്ല യേശുക്രിസ്തുവിന് കഴിയുമെന്ന യേശുക്രിസ്തുവിന്റെ ആ ശക്തിയിലുള്ള വിശ്വാസം, ഇത് രണ്ടും വേണം. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ, ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ വിശ്വസിക്കൂ. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ഓരോ വിഷയങ്ങൾ എണ്ണി വെച്ചിട്ട് അതിന്റെ അപ്പുറം എഴുതി വെക്കണം, എന്റെ ദൈവത്തിന് കഴിയും, സാധ്യമാണ്. നിങ്ങൾ ആ വാക്കുകൾ പറയുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരും. മാത്രമല്ല, സ്വർഗ്ഗം സന്തോഷിക്കും. അങ്ങനെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങൾ എന്ത് പറയുന്നു? ഈ കുരുടന്മാരെ യേശു ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നു? കർത്താവേ എന്ന് പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു കണ്ണു തൊട്ടു, അപ്പൊ കാഴ്ച വന്നില്ല. അവരോട് പറയാം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. നമ്മുടെ വിശ്വാസം പോലെയാണ് നമുക്ക് വന്ന് ഭവിക്കുന്നത്. നാം നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്ന അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കും. നാം പോസിറ്റീവ് ആവുകയും ശുഭാപ്തി വിശ്വാസമുള്ളവരാകുകയും, അങ്ങനെ നാം ദൈവസന്നിധിയിൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായി നിന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഓരോന്നും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ, ഓരോ കെടുതി വരുമ്പോൾ, കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ, എന്റെ ദൈവത്തിന് സാധ്യമാണ് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ, എന്റെ ഭർത്താവിനെ രക്ഷിപ്പാൻ, മദ്യപാനത്തിൽ വിടുതൽ കൊടുക്കുവാൻ. കർത്താവേ, എന്റെ ദൈവം ശക്തനാണെന്നുള്ള ആ വിശ്വാസം, അങ്ങനെ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് നേടിയെടുക്കൂ. ആ 2 കുരുടന്മാരും അവർ സൗഖ്യമായി തീർന്നു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസം പ്രവർത്തിച്ചു. അങ്ങനെ അവർക്ക് കണ്ണ് കാഴ്ച കിട്ടി. എന്റെ പ്രിയരെ, നിങ്ങളുടെ ആവശ്യങ്ങളും കർത്താവ് കൂടിയിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ കടബാധ്യതകൾ മാറും. എല്ലാത്തിനുപരി നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. നിങ്ങൾക്ക് നിത്യജീവന്റെ ഓഹരിക്കാരായി തീരാം. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കട്ടെ, നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ടും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. പക്ഷെ ഒന്നാമത് അറിയിക്കേണ്ടത് യേശുവിനെയാണ്. യേശുവിന്റെ സന്നിധിയിൽ നിങ്ങൾ മുഴക്കാൽ മടക്കി പ്രാർത്ഥിക്കുക. യേശു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ.